അങ്ങനെ നമ്മളിതാ അടുത്ത ആഴ്ചയ്ക്ക് എത്തി. ഒരാഴ്ച ഒരു വീഡിയോ എന്നാണല്ലോ, ഓരോ വീക്കിലും ഓരോ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ അടുത്ത ആഴ്ചയ്ക്ക് എത്തി. പക്ഷേ ഈ ആഴ്ച പ്രശ്നം വന്നത് എന്താ വെച്ചാൽ, ഞാൻ അടുത്ത സ്റ്റേഡിയം ടൂറിന് വേണ്ടിയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒരാഴ്ചയാണ് മാറിപ്പോയി. ഞാൻ ഈ വെള്ളിയാഴ്ച ലണ്ടന് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തത് അറിയാതെ മാറിയാണ്ട് മിസ്റ്റേക്കള്ളി അടുത്ത ആഴ്ചയൊക്കെ എടുത്തു. അതുകൊണ്ട് എന്താ പ്രശ്നം വന്നു വെച്ചാൽ, ഈ ആഴ്ച സ്റ്റേഡിയം ടൂറില്ല. പകരം നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും. കാരണം എന്താ, ഒരാഴ്ച ഒരു വീഡിയോ, ഒരാഴ്ചയിൽ ഒരു മെയിൻ വീഡിയോ എന്തായാലും ഉണ്ടാവും ഞാൻ പറഞ്ഞിരുന്നു. ആ വാക്ക് പാലിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇന്ന് നമ്മൾ ഇവിടെ എൻ്റെ റൂമിലിരിക്കാൻ പോകും, എൻ്റെ വീട്ടിലിരുന്നാണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോകും. പക്ഷേ ഇതിൻ്റെ ഒക്കെ ക്ഷീണം നമ്മൾ അടുത്ത ആഴ്ച മാറ്റും. കാരണം സീൻ ഐറ്റംസ് വരാണ്ട് അടുത്ത ആഴ്ചയും അതിൻ്റെ പിറ്റത്തെ ആഴ്ചയായിട്ട് സീൻ വീഡിയോസ്, ഒരു അടിപൊളി കണ്ടല്ല അടിപൊളി വീഡിയോസ് വരാണ്ട് നെക്സ്റ്റ് വീക്ക്, അതിൻ്റെ പിറ്റത്തെ വീക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ ക്ഷീണം നമ്മൾ അടുത്ത 1, 2, 3 ആഴ്ചകളിലായിട്ട് തീർക്കും. പിന്നെ മാത്രമല്ല, നമ്മളൊരു ഫാൻറ്റസി ഫുട്ബോൾ ലീഗ്, ഫാൻറ്റസി പ്രീമിയർ ലീഗിൻ്റെ ഫാൻറ്റസി ലീഗിലൊരു ഗെയിമിൽ നമ്മൾ അതിൻ്റെ കുറച്ച് എപ്പിസോഡ്സും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതും ഉണ്ടാവും ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇനി വരുന്ന ആഴ്ചകൾ അടിപൊളി കാര്യം. ഈ ഒരാഴ്ച നമ്മൾ കുറച്ച് ഒന്ന് ഡൗൺ ആയത് ആരും കാര്യമാക്കണ്ട. പിന്നെ മാത്രമല്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. 108 സബ്സ്ക്രൈബറായി. ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ 108 സബ്സ്ക്രൈബേഴ്സായി. നമുക്ക് 0 എന്ന് തുടങ്ങിയാണ്. ഒരു ദിനം മുന്നേ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങിയതാണ്. 0 സബ്സ്ക്രൈബ് എന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ 108 സബ്സ്ക്രൈബർ വിത്തിൻ 2 വീക്സ്. അത് ഭയങ്കര കാര്യമാണ്. അപ്പോൾ 2 ആഴ്ച കൊണ്ട് 108 സബ്സ്ക്രൈബേഴ്സ് എത്തി. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഏതായാലും ഇന്ന് വേറെ സ്റ്റേഡിയം ടൂറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി നമുക്ക് പോയ 2 സ്റ്റേഡിയംസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ നിൽക്കുന്നത് UK ബോൺമത്ത് എന്ന സ്ഥലത്താണ്. ബോൺമത്ത് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടുന്ന് ഈ സ്റ്റേഡിയങ്ങളിലൊക്കെ ഉള്ള ഏകദേശം ലണ്ടനിലെ ഏകദേശം 6-7 ക്ലബ്ബുകളുടെ മെയിൻ ക്ലബ്ബുകളുടെ സ്റ്റേഡിയംസ് ഉണ്ട്. അപ്പോൾ ഈ ലണ്ടനിക്ക് ഏകദേശം 3 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് 3 മണിക്കൂർ, അവിടെ നിന്ന് ഇങ്ങോട്ട് 3 മണിക്കൂർ. സോ ട്രാവലിംഗ് മാത്രം 6 മണിക്കൂർ സമയം നമുക്ക് ട്രാവലിങ്ങിന് മാത്രം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഫസ്റ്റ് 2 വീഡിയോസ്, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 സ്റ്റേഡിയം ടൂർസും ഞാൻ എടുത്തത് ഒരേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോസാണ് രണ്ടും. ഇത്രയും യാത്ര 6 മണിക്കൂറിൻ്റെ യാത്ര ടോട്ടൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു സ്റ്റേഡിയത്തിനായിട്ട് പോയി വരൽ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ 2 സ്റ്റേഡിയം നമ്മൾ ഒരു ദിവസം കവർ ചെയ്യുക ചെയ്തത്. അങ്ങനെ നമ്മൾ അന്ന് ആ ദിവസം ഒരു ഏകദേശം ഒരു 10 മണിയായപ്പോൾ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിലെത്തി. നമ്മൾ നാഷണൽ എക്സ്പ്രസ് കോച്ച് എടുത്തിട്ടാണ് പോയത്. അവിടെ നമ്മൾ പിന്നെ അധികം നേരമൊന്നും കളഞ്ഞില്ല, നേരെ ആഴ്സണൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക് പോയത്. നമ്മൾ കൂടുതൽ സമയം നമുക്ക് വേസ്റ്റ് ചെയ്തില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ബാക്കി വീഡിയോയിൽ കണ്ടുണ്ടാവും, നമ്മൾ കുറേ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ഇറങ്ങി എൻട്രൻസ് കിട്ടാതെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അങ്ങനെ സ്റ്റേഡിയം ടൂർ കഴിഞ്ഞു. പിന്നെ ഞാൻ സ്റ്റേഡിയത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഴ്സണലിൻ്റെ സ്റ്റേഡിയം ടൂറിന് നമുക്ക് ടൈം ലിമിറ്റ് ഇല്ല. നമ്മളൊരു ദിവസത്തിന് ടിക്കറ്റ് എടുത്താലും 32 പൗണ്ടാണ് ആ ടിക്കറ്റിന് വരുന്നത്. ആ ടിക്കറ്റ് എടുത്താലും നമുക്ക് ആ ദിവസം എപ്പോൾ ആണെങ്കിലും കയറാം. അവർ ക്ലോസ് ചെയ്യുന്ന ടൈമുണ്ട്, 6 മണിയോ 7 മണിയോ എത്ര ആയിട്ട് ഈവനിങ്. ആ സമയത്തിനുള്ളിൽ എപ്പോൾ ആണെങ്കിലും നമുക്ക് അതിനുള്ളിൽ കയറാം. അത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറേ കറങ്ങിയാലും സമയം നമുക്കൊരു വിഷയമല്ല എന്നുള്ള നിലക്ക് ഞാൻ പിന്നെ കുറേ സമയം എടുത്തു. എല്ലായിടത്തും അതിനുള്ളിൽ കയറിയിട്ടാണെങ്കിലും ഓരോ സ്ഥലത്തും ഞാൻ കുറേ സമയം എടുത്തു. നമുക്കതിന് വിഷയമല്ല, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങണമെന്നൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കുറേ സമയം എടുത്തു. അത് കഴിഞ്ഞാണ് നമ്മൾ മ്യൂസിയം കുറേ തപ്പി മ്യൂസിയം കാണാൻ പോയി. ഇപ്പോഴും നമ്മൾ സമയത്തിനെ കുറിച്ച് ബോധമില്ല. പക്ഷേ പ്രശ്നം വന്നതെന്താ വെച്ചാൽ, അത് കഴിഞ്ഞ് ചെൽസിക്ക് നമുക്ക് സമയത്തിന് ലിമിറ്റ് ഉണ്ടായിരുന്നു. കറക്റ്റ് 2:15 ഞാൻ അവിടെ എത്തേണ്ടതാണ്. പക്ഷേ ആഴ്സണലിൻ്റെ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 2:05 2:10 കഴിഞ്ഞു. ആഴ്സണലിൻ്റെ സ്റ്റേഡിയത്തിൽ നിന്ന് ചെൽസിൻ്റെ സ്റ്റേഡിയത്തേക്ക് ഏകദേശം 25 മിനിറ്റ് ഉണ്ട് ടോട്ടൽ. നമ്മൾ അവിടുന്ന് അങ്ങോട്ട് അടുത്ത ട്യൂബിക്കും അവിടുന്ന് ട്യൂബിൽ നിന്നുള്ള ട്രാവലും ട്യൂബ് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ചെൽസിൻ്റെ സ്റ്റേഡിയത്തേക്കുള്ളതും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 25 മിനിറ്റ്, ആൾമോസ്റ്റ് ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട്. അവിടെ നമുക്ക് കുറച്ച് തെറ്റി. പക്ഷെ എന്നാലും നമ്മൾ ഒരു 5-10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ചെൽസിയുടെ സ്റ്റേഡിയത്തിൽ എത്തിയത്. അത് നമുക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത്, നമുക്ക് പുറത്തിറങ്ങി കാണാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ നമുക്ക് സ്റ്റേഡിയം ടൂർ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ കാണാമെന്ന് പറയേണ്ടി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റാണ്. നമുക്ക് ആഴ്സണൽ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ലേറ്റായി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരെ സ്റ്റേഡിയത്തിനുള്ളിൽ കയറിയത്. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ. പിന്നെ അന്ന് വലിയ തിരക്കില്ലാത്ത ദിവസം, ഒരു ട്യൂസ്ഡേ വെനസ്ഡേ എന്തായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത്, തൊട്ടടുത്ത സ്ലോട്ട് ഞാൻ ലേറ്റാണ്. അപ്പോൾ ആ ഒരു ഗൈഡ് ടൂർ ആയതുകൊണ്ട് ആ ഒരു ടീം ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ടീമിൻ്റെ കൂടെ ഒരു 2:45 വേറെ ടീമുണ്ട് കയറാൻ. അപ്പോൾ ആ ടീമിൻ്റെ കൂടെയാണ് പിന്നെ ഞാൻ കയറിയത്. അങ്ങനെ 2:30 അങ്ങോട്ട് കയറി. 2:30 സ്റ്റേഡിയം ടൂറിനേ ഈ ഗൈഡുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയം ടൂറിന് പോകുമ്പോൾ ഇതിന് ഗൈഡൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് മ്യൂസിയത്തേക്ക് വേണമെങ്കിൽ ആദ്യം കയറാം, അല്ലെങ്കിൽ പിന്നെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കയറാം. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ കണ്ട് പിന്നെ സ്റ്റേഡിയം ടൂറും കഴിഞ്ഞ് എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു 5 മണി കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി പിക്കാഡിലിയൊക്കെ കറങ്ങി ലണ്ടനിലെ അടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി. എനിക്ക് 10-10:30 അവിടെ നിന്ന് തിരിച്ചുള്ള ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സിന് നമ്മളൊരു 10 മണി ആവണതിന് കുറച്ച് മുന്നേ നമ്മൾ സ്റ്റേഷനിലെത്തി. നാഷണൽ എക്സ്പ്രസിൻ്റെ കോച്ചിൻ്റെ അവിടെ എത്തി. അങ്ങനെ നമ്മൾ പോന്നു. അങ്ങനെ ആയിരുന്നു ആ ഒരു ദിവസം. അപ്പോൾ പറഞ്ഞു വന്നത്, ആ ഒരൊറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ ആ കിടിലൻ 2 കണ്ടന്റ് എടുത്തത്. പക്ഷേ
നമ്മൾ അടുത്ത ആഴ്ച പോയി കണ്ടെടുക്കാൻ പോകുന്ന ഇതിലും അടിപൊളി കണ്ടൻറ്റാണ്, അടിപൊളി വീഡിയോസാണ്, 2-3 വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ 3 കാര്യങ്ങൾ മറക്കാതെ ചെയ്യുക. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്.